ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതിക രാജുവിനോട് പറയുന്നു, രാജുവിനോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിക്കും. മേഡം എന്തുവായി പറയുന്നേ? എനിക്ക് ഈ വീട്ടിൽ തന്നെ നിന്നാ മതി. ഋതിക മേഡം എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. മേഡം ഇവിടുന്ന് പോണം. മേഡത്തിന് എല്ലാം അറിയാവുന്നതല്ലേ. നമ്മൾ തമ്മിൽ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല. മേഡം അത് മനസ്സിലാക്കണം. ഞാൻ മേഡത്തിനെ സ്നേഹിച്ചിട്ടില്ല. എന്നോടൊപ്പം മേഡം ജീവിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. മേഡത്തിനെ പ്രണയിക്കാനോ സ്നേഹിക്കാനോ എനിക്ക് കഴിയില്ല. മേഡത്തിനെ ഞാൻ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ഇതെല്ലാം കേട്ടോണ്ടിരുന്ന വേണുവേട്ടൻ ഡാ എന്ന് അലറിയൊരു വിളി. നീ ഇനി മിണ്ടിപ്പോകരുത്. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നീ ഇട്ട് തട്ടിക്കളിക്കുന്നത്. എൻ്റെ മകനാണെന്ന് ഞാൻ നോക്കില്ല. വേണുമംഗളെ, രാജുവിനെ വഴക്ക് പറയല്ലേ. ഞാൻ രാജുവിനെ പറഞ്ഞ് മനസ്സിലാക്കാം. രാജു, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. രാജുവിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് രാജുവിന് അറിയില്ല. ഞാൻ എത്ര തവണ എൻ്റെ പ്രണയം രാജുവിനോട് തുറന്നു പറഞ്ഞതാ. പ്ലീസ് രാജു, എന്നെ ഒന്ന് മനസ്സിലാക്കൂ രാജു. ഞാനിവിടെ നിങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ കഴിഞ്ഞുകൊള്ളാം. രാജുവിൻ്റെ ഭാര്യയായിട്ട് കാണണ്ട. രാജു എന്നെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞത് വെറുതെയാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ നിന്നോളാം. എന്നെ പറഞ്ഞു വിടല്ലേ. മേഡം എന്തുവായി പറയുന്നേ? മേഡം തിരികെ പോ. രാധമ്മ പറയുക, നീ ഋതിക മോളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാനാണോ പറയുന്നേ? അതെ, അത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെയല്ല ഋതിക മേഡം നിൽക്കേണ്ടത്. അവിടെ വർമ്മ സാറിന്റെ വീട്ടിലാണ്. ഋതിക മേഡം ഇവിടുന്ന് പോയേ പറ്റൂ. വാ, ഞാൻ കൊണ്ടാക്കാം. ഇല്ല, ഞാൻ പോവില്ല. എന്നെ പറഞ്ഞു വിടാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചാകും. അപ്പോഴങ്ങോട്ട് ദീപക്കിന്റെ കാറ് വരുന്നുണ്ട്. ദീപക്ക് ദേഷ്യത്തിൽ അങ്ങോട്ട് കയറി വരുവാണ്. എനിക്കറിയാവടി നീ ഇവിടെ കാണുമെന്ന്. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് ഇവളുടെ കഴുത്തിൽ നീ താലി കെട്ടിട്ടില്ലെന്ന് നീ പറഞ്ഞതല്ലേടാ. പിന്നെ എന്തിനാടാ ഇവളെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? നീ വിളിച്ചിട്ടായിരിക്കുമല്ലോ ഇവൾ ഇങ്ങോട്ട് വന്നത്. ദീപക്കെ, നീ സമാധാനപ്പെട്. അങ്ങനെയൊന്നും അല്ല. ഋതിക മേഡത്തിന്റെ വിഷമം കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. പിന്നെ അവൾക്ക് മാത്രമേ ഉള്ളൂ വിഷമം. വേറെ ആർക്കും ഇവിടെ വിഷമമില്ലല്ലോ. വേറെ ആരും മനുഷ്യരുമല്ലല്ലോ. ഋതികേ, വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇല്ല, ഞാൻ വരില്ല. ഋതികേ, ഞാൻ പറയുന്ന കേക്ക്. നിന്നോട് വരാനാ പറഞ്ഞ്. ഞാൻ വരില്ലെന്നല്ലേ പറഞ്ഞേ? രാധമ്മേ, പറ, എന്നെ പറഞ്ഞു വിടല്ലേ രാധമ്മേ. മോനെ ദീപക്കെ, ഒന്ന് സമാധാനപ്പെട്. ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മോളെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. നിങ്ങൾ കുറെ കൊണ്ട് വിടും. ദേ തള്ളേ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ. ദീപക്ക് അങ്ങനെ പറഞ്ഞപ്പോ രാജുവിനങ്ങ് ദേഷ്യം വന്ന്, എടാ അതെന്റെ അമ്മയാ, സൂക്ഷിച്ച് സംസാരിക്കണം. എടാ, നീ കാണിക്കുന്ന ഈ നെറികേടനെ നിന്റെ തന്തയോടും തള്ളയോടും ഒക്കെ ഇങ്ങനല്ല ഞാൻ സംസാരിക്കേണ്ടത്. രാജു, നീ വെള്ളച്ചിലെടുക്കാതെ ഇവളെ പറഞ്ഞു വിട്. ഞാൻ അതിനിവിടെ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. ദീപക്കുടനെ വാടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് ഋതികയുടെ കയ്യെ പിടിച്ച് വലിക്കുവാണ്. ഇല്ല, ഞാൻ വരില്ല. ഞാൻ സ്നേഹിക്കുന്ന രാജുവിനെ വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. ഉറപ്പാണോടി? നീ ഇവനോടൊപ്പമേ ജീവിക്കത്തുള്ളൂ. അതേ ഉള്ളു. ഞാൻ ജീവിക്കുവാണെങ്കിൽ അത് ഈ രാജുവിനോടൊപ്പം ആയിരിക്കും. നിന്നെ ഞാനും ഒരുപാട് മനസ്സിലിട്ടുകൊണ്ട് നടന്നതാ. നീയുമായിട്ടുള്ള ജീവിതം ഞാനും സ്വപ്നം കണ്ടതാ. ഇനി അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ലെങ്കിൽ, നീ രാജുവിനൊപ്പമാ ജീവിക്കുന്നതെങ്കിൽ അത് നടക്കില്ലടി. ഈ ദീപക് അതിന് സമ്മതിക്കില്ലടി. നിന്നെ കൊല്ലുവടി ഞാൻ എന്നും പറഞ്ഞ ദീപക് അവന്റെ പോക്കറ്റിൽ നിന്നും അവന്റെ തോക്കിങ്ങോട്ട് എടുക്കുവാണ്. നീ എന്താടാ ഈ കാണിക്കുന്നേ? തോക്ക് മാറ്റടാ എന്ന് വേണു ഇങ്ങനെ അലറി പറയുവാണ്. എന്റെ ആരും അടുത്തോട്ട് വന്നേക്കരുത്. എന്റെ നിയന്ത്രണം വിട്ട് നിൽക്കുവാ. വേണ്ട മോനെ, ഒന്നും ചെയ്യല്ലേ എന്നിങ്ങനെ രാധമ്മ പറയുമ്പോൾ, നിന്റെ തള്ളെ ഞാനിപ്പോ കൊല്ലുവടാ എന്നും പറയും രാധമ്മയുടെ നേർക്ക് തോക്ക് ചൂണ്ടുവാണ്. ദീപക്കെ, രാധമ്മയെ ഒന്നും ചെയ്യരുത്, വിട് പ്ലീസ്. എങ്കിൽ വേണ്ട, നിനക്കല്ലേ ഇവനോടൊപ്പം ജീവിക്കേണ്ടത്. എങ്കിൽ നീ ചാവടി എന്നും പറഞ്ഞ് ദീപക്ക് ഋതികയുടെ നെറ്റിക്ക് നേരെ റിവോൾവർ ഇങ്ങനെ ചൂണ്ടുവാണ്. രാജു കടന്ന് കരയുവാണ്. ദീപക്കെ, വേണ്ട, എന്തുവായി കാണിക്കുന്നത്? ദീപക്ക് അതൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് ദീപക്ക് ഋതികയെ അങ്ങ് വെടിവെക്കുവാണ്. അയ്യോ ഋതിക മേഡം എന്നും പറഞ്ഞ് രാജു കട്ടിൽ നിന്നും ചാടി എഴുന്നേക്കുവാണ്. ഇത്രയും നേരം അപ്പൊ കണ്ടത് രാജു സ്വപ്നമായിരുന്നു. രാജുവിന്റെ അലർച്ച കേട്ട് രാധമ്മയും വേണുവേട്ടനും പ്രിയയെല്ലാം അങ്ങോട്ട് ഓടി വരുവാണ്. അയ്യോ മോനെ, എന്താടാ, എന്തു പറ്റി? അമ്മേ, ഋതിക മേഡത്തിനെ ദീപക്ക് അവൻ എടാ എന്തു പറ്റിയടാ? അമ്മേ, അവൻ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്തു. രാജു, നീ എന്തുവായി പറയുന്നേ? ഋതിക മേഡത്തിനെ അവൻ എൻ്റെ മുന്നിൽ വെച്ച് ഷൂട്ട് ചെയ്തു. എടാ രാജു, നീ എന്തൊക്കെയായി പറയുന്നേ? അമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടതാ. ഋതിക മേഡത്തിനെ അവൻ. മോനെ, നീ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. മോനൊന്ന് സമാധാനപ്പെട്. ഋതിക മോള് വീട്ടിലല്ലേ? വർമ്മ സാറും അവിടെ ഇല്ലേ? ഒന്നും സംഭവിക്കില്ലടാ. ചേച്ചി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ആ സ്വപ്നം കണ്ട് രാജു ആകെ പതറിയിരിക്കുവാണ്. വേണുവേട്ടൻ ചോദിക്കുന്നു, എന്താടാ നീ സ്വപ്നം കണ്ടത്? ഋതിക മേഡം നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായും പിന്നാലെ ദീപക്ക് വന്ന് ഉപദ്രവിക്കുന്നതായിട്ടാ ഞാൻ സ്വപ്നം കണ്ടത്. മോനെ, അത് നിനക്ക് മേഡത്തിനോടുള്ള സ്നേഹം കൊണ്ടാ. മേഡം അകന്നു പോകുന്നത് നിന്റെ ഉൾമനസ്സിന് സഹിക്കാൻ പറ്റുന്നില്ല.
അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്. അല്ലച്ചാ, അങ്ങനെയൊന്നും അല്ല അച്ഛാ. ഞാൻ കുറച്ചു നേരം ഒന്ന് തനിയെ ഇരിക്കട്ടെ. രാജുവിന് അവിടെ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റുന്നില്ല. രാജു പെട്ടെന്ന് അവൻ്റെ ബൈക്കും എടുത്തുകൊണ്ട് ഋതികയുടെ വീട്ടിലോട്ട് വരികയാണ്. രാജുവിനെ കണ്ട് യാമിനി ചോദിക്കുന്നു, രാജു എന്താ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ? യാമിനി മേഡം, ഞാനൊരു ദുസ്വപ്നം കണ്ടു. എന്ത് ദുസ്വപ്നം? മേഡം, ഋതിക മേഡം എവിടെയാ? മോള് മുറിയിലുണ്ട്. എന്തു പറ്റി രാജു? എന്താ രാജുവിന് ഇത്ര ടെൻഷൻ? അത് ഞാൻ പറഞ്ഞില്ലേ മേഡം, ഞാനൊരു ദുസ്വപ്നം കണ്ടുവെന്ന്. വല്ലാതെ ഞാനങ്ങ് പേടിച്ചു പോയി. എനിക്ക് ഋതിക മേഡത്തിനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ രാജു? രാജു ചെന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്ക്. അവൾ ഒരുപാട് വിഷമത്തിലാണ്. രാജുവിനെ ഋതുമോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. രാജുവിന് പ്രതാപ് ചേട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഋതുമോളുടെ സ്നേഹം രാജു കാണാതെ പോകരുത്. അവളൊരു പാവമാ. അവളെ ഒരുപാട് മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ പറയുക, അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന രാജുവിനെയാണ്. അതെനിക്ക് മനസ്സിലാവും മേഡം. പക്ഷെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഋതിക മേഡത്തിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് രാജു ഋതികയുടെ റൂമിൻ്റെ വാതിൽ തുറന്നിങ്ങനെ നോക്കുമ്പോൾ ഋതിക ഉറങ്ങുന്ന പോലെയാണ് രാജുവിന് തോന്നുന്നത്. പാവം ഋതിക മേഡം ഉറങ്ങുവാണ്. വേണ്ട, ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നും പറഞ്ഞ് രാജു തിരിച്ചു പോരുവാണ്. അപ്പോൾ ദീപക് അവിടെ നിന്ന് ആർക്കോ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് വളരെ സന്തോഷത്തോടെ, എല്ലാം കഴിഞ്ഞടാ, ഇനി എല്ലാം എൻ്റെ കയ്യിലാണ്. ഇനി ഞാൻ പറയുന്ന പോലെ ഇവിടെ എല്ലാം നടക്കത്തുള്ളൂ. എൻ്റെ അമ്മയുടെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ ഇവിടെ എല്ലാം നടക്കും എന്നൊക്കെ ഇങ്ങനെ ദീപക് ആരോടോ പറയുന്നതെല്ലാം രാജു അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. തിരിച്ചു വരുന്ന രാജുവിനെ കണ്ട് യാമിനി ചോദിക്കുന്നു, രാജു ഇത്ര വേഗം സംസാരിച്ചു കഴിഞ്ഞോ? ഇല്ല മേഡം, ഋതിക മേഡം നല്ല ഉറക്കമാണ്. രാജു ഋതികയോടൊന്ന് സംസാരിക്കണം. സംസാരിക്കാം മേഡം, ഞാനിപ്പോൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് രാജു അങ്ങ് പോവുകയാണ്. രാജു അങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദം ഋതിക കേട്ടിട്ട് അയ്യോ രാജു ആണല്ലോ എന്നും പറഞ്ഞ് അവൾ ഇറങ്ങി ഓടി വരുവാണ്. അവൾ വരുമ്പോഴത്തേക്കും രാജു പോയി കഴിഞ്ഞു. ഇത് ദീപക് കാണുന്നുണ്ട്. എന്താണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ എവിടെ വേണമെങ്കിലും നിൽക്കും. നീ ആരാ അത് ചോദിക്കാൻ? വേണുവേട്ടൻ പത്മാവതിയെ പോയി കാണുന്നുണ്ട്. അവനൊന്നും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ മേഡം. ഉള്ളിൽ അവന് നല്ല വിഷമമുണ്ട്. ഋതിക മേഡത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഉള്ളിലൊരു നീറ്റല്. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല വേണുവേട്ട. രാജുവും ഋതിയെയും പിരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തില്ലേ? എല്ലാം ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മേഡം. എൻ്റെ മകൻ്റെ മനസ്സ് മുഴുവൻ വർമ്മ സാറിനോടുള്ള ഭയഭക്തി ബഹുമാനമാണ്. ഋതിക മേഡത്തിനെ അവൻ പ്രണയിക്കുന്നുണ്ടെങ്കിലും അവനത് പുറത്ത് കാണിക്കില്ല. എന്നും ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പിന്നിലോട്ട് മാറി നിന്നിട്ടേ ഉള്ളവൻ. ഇല്ല വേണുവേട്ട, അങ്ങനെ രണ്ട് വഴിക്കായിട്ട് പോകേണ്ടവരല്ല അവര്. എൻ്റെ മകളുടെ ജീവിതം എന്തായെന്ന് ഭയന്ന് അവളെ കാണാനായിട്ട് ഞാനിങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ അവൾ രാജുവിൻ്റെ കയ്യിൽ ഭദ്രമാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഇപ്പോൾ അവൾ രാജുവിൻ്റെ കൂടെ അല്ല എന്ന് ഓർക്കുമ്പോൾ അംബികേച്ചിയുടെയും മകൻ ദീപക്കിൻ്റെ ഇടയിലാണ് എൻ്റെ മകൾ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം എന്നെ വീണ്ടും ഭയപ്പെടുത്തുന്നു വേണുവേട്ട. ആ തലതിരിഞ്ഞ ദീപക്കിനെ കൊണ്ട് ഋതിക മേഡത്തിനെ വിവാഹം കഴിപ്പിക്കാനുള്ള അംബിക മേഡത്തിൻ്റെ ശ്രമമായിരിക്കും ഇനി അവിടെ നടക്കാൻ പോകുന്നത്. രാവിലെ വർമ്മ സാറ് ഫയലൊക്കെ നോക്കുവാണ്. രാജുവും ശേഖറും അടുത്ത് തന്നെ ഉണ്ട്. ഫയൽ നോക്കിയിട്ട് വർമ്മ പറയുന്നു, എല്ലാം ഓക്കെയാണ്, ഇനി ഇത് ഓഡിറ്റിങ്ങിന് കൊടുത്തോളൂ രാജു. ഓക്കെ സാർ. ശേഖര, നമ്മുടെ പാർട്ടി ഫണ്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവോ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല ചേട്ടാ, അതൊക്കെ രാജുവിൻ്റെ അണ്ടറിലാണല്ലോ. അതൊക്കെ രാജു ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രമ്യ അവളുടെ അമ്മ രുക്മിണിയെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. വിട് രമ്യ, ഞാൻ വരാം. എൻ്റെ പൊന്നി രമ്യയെ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അമ്മയൊന്നും മിണ്ടാതെ വാ. ഞാൻ പറയുന്നത് കേട്ട് ഇവിടം വരെ വന്നിട്ട് അമ്മ മുടക്കമൊന്നും പറയല്ലേ. എന്താ രമ്യയും അമ്മയും കൂടി ഇങ്ങോട്ട് വന്നത് എന്ന് വർമ്മ സാറ് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നു, ഞാനും അമ്മയും കൂടെ വന്നത് വർമ്മ സാറിനോട് ഒരു പരാതി ബോധിപ്പിക്കാൻ. പരാതിയോ? എന്തു പരാതി? അയ്യോ, വർമ്മ സാറ് വിചാരിക്കുന്ന പോലെ സാർ മന്ത്രിസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതിയും അല്ല. പിന്നെ എന്ത് പരാതിയുമായിട്ടാണ് നീ വന്നിരിക്കുന്നത്? സാറേ, അതെൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണ്. രമ്യയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം അതെന്തോ കാര്യമാ? രുക്മിണി ഉടനെ പറയുക, അത് രമ്യയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ രമ്യയ്ക്ക് കുറച്ച് നാളുകൊണ്ട് രാജുവായിട്ട് വലിയ പ്രണയമായിരുന്നു. ഇവരുടെ വിവാഹം ഞങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് രാജു ഋതിയെ വിവാഹം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നത്. അതോടെ ഇവളുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. എന്നിട്ട് ഞാൻ ഇവൾക്ക് വേറെ വിവാഹാലോചനകളൊക്കെ കൊണ്ടുവന്ന്, എന്നിട്ട് അവൾ അതിനൊന്നിനും സമ്മതിച്ചില്ല. അതിന് ചേട്ടൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളീ പറയുന്നത്? രമ്യയ്ക്ക് ഇപ്പോഴും രാജുവിനോട് ഇഷ്ടമാണ്. രാജുവിന് രമ്യയോട് ഇഷ്ടമുണ്ടെങ്കിലും പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ഒഴിയുവാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അങ്ങോട്ട് അംബികയും യാമിനിയും ഋതിയൊക്കെ വന്നിട്ടുണ്ട്. വർമ്മ സാർ ചോദിക്കുന്നു, എന്താ രാജു, നിനക്ക് രമ്യ ഇഷ്ടമല്ലെന്നുണ്ടോ? അത് സാറേ, രമ്യ എന്നേക്കാളും സാമ്പത്തികമായി ഉയർന്ന ഒരു കുടുംബത്തിലേതാണെന്ന് സാറിനും അറിയാമല്ലോ.
രമ്യയുടെ വീട്ടിലാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. എനിക്കങ്ങനെ വലിയ വിവാഹ സങ്കല്പങ്ങളൊന്നും ഇല്ലെങ്കിലും രമ്യയെപ്പോലെ നല്ല ഭാവിയുള്ള ഒരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ രമ്യയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ എൻ്റെ വിവാഹം രമ്യയായിട്ട് നിശ്ചയിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചെന്നേ ഉള്ളൂ. കേട്ടില്ലേ രുക്മിണി ചേച്ചി, ഇതാണ് രാജുവിൻ്റെ അഭിപ്രായം. അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു വിവാഹത്തിന് അവനെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കേണ്ട കാര്യമുണ്ടോ? രമ്യ ഉടനെ കയറി പറയുക, സാമ്പത്തിക സാഹചര്യങ്ങളല്ലേ രാജുവിൻ്റെ പ്രശ്നം, അല്ലാതെ രാജുവിന് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. രാജുവിൻ്റെ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ എന്നോട് വലിയ ഇഷ്ടമാണ്. ഒരു ഹൗസ് ഓണറിൻ്റെ മകളെന്നതിലുപരി അവരെന്നോട് വലിയ അടുപ്പം കാണിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം യാമിനിയും ഹൃതികയും ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുവാണ്. അംബികയ്ക്കാണെങ്കിൽ എന്തോ ഒരു വലിയ പ്രതീക്ഷ കിട്ടിയതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പിന്നെ രാജുവിൻ്റെ ഈ സാമ്പത്തിക ഇല്ലായ്മയൊക്കെ എന്നായാലും മാറാവുന്നതല്ലേ ഉള്ളൂ. എൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒരു ചിട്ടിക്കമ്പനി നടത്തുന്നുണ്ട്. അതൊക്കെ നോക്കി നടത്താവുന്നതാണല്ലോ. അതിന് രാജുവിന് നല്ല ഒരു ശമ്പളവും കിട്ടും. പിന്നെ രാജു എന്നെ വിവാഹം കഴിക്കുന്നതോടെ അച്ഛൻ്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം രാജുവിനെ ഏൽപ്പിക്കാൻ അച്ഛന് താല്പര്യവും ഉണ്ട്. ഇങ്ങനെ ഓരോന്നും വാദോരാതെ രമ്യ അങ്ങോട്ട് പറയുവാണ്. ഇതൊക്കെ കേട്ട് ഹൃതിക ഇങ്ങനെ ഒന്നും മിണ്ടാതെ നെഞ്ച് തകർന്നിങ്ങനെ അവിടെ നിൽപ്പുണ്ട്. രാജുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൃതിയെ നോക്കുന്നുണ്ട്. രാജുവിനൊന്നും പറയാൻ പറ്റുന്നില്ല. ഇനി പ്രതാപവർമ്മ രാജുവിനെ കൊണ്ട് ഹൃതിയെ കല്യാണം കഴിപ്പിക്കാൻ പറയുമോ അതോ രമ്യയെ കല്യാണം കഴിക്കാൻ പറയുമോ എന്നൊന്നും അറിയില്ല. ഇതിനെക്കുറിച്ചുള്ളതെല്ലാം ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.